ഹായ്, നമസ്കാരമുണ്ടേ. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് കൊണ്ടുവരുന്നത്. നമ്മൾ ഇവിടെ ഒരു വാട്ടർ ഫിൽറ്റർ സെറ്റ് ചെയ്തു, ഒരു വെസൽ ഫിൽറ്റർ. അതായത് വീടിന് മുഴുവനായിട്ട് ഫിൽറ്ററിങ് നടക്കാവുന്ന പോലെ ഒരു വാട്ടർ ഫിൽറ്റർ. അപ്പോൾ ഞാനിത് കുറച്ച് നാളായിട്ട് ആലോചിക്കുന്ന ഒന്നായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കിണറ്റിലെ വെള്ളത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ചെറുതായിട്ട് തുരുമ്പിൻ്റെ കറയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, ഇപ്പം വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട സമയത്ത് നമ്മുടെ വെളുത്ത വസ്ത്രങ്ങളിലൊക്കെ ഈ തുരുമ്പ് കറ പിടിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പോകാൻ. പൊതുവേ ഇടുക്കിയിലെ വെള്ളത്തിന് കുറച്ചൊരു ഹാർഡ് മെറ്റൽസിൻ്റെ സാന്നിധ്യം കൂടുതലുള്ളതുകൊണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വരാൻ ഞാൻ ആദ്യം പുറത്ത് അന്വേഷിച്ചിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു വില. അപ്പോൾ അത് കേട്ട വില ഇത്തിരി ഞെട്ടിക്കുന്നതായിരുന്നു. എന്തായാലും ഞാനത് ചെയ്തു വന്നപ്പോഴത്തേനും വളരെ തുച്ഛമായിട്ടുള്ളൊരു ചിലവിലാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ ആർക്ക് വേണമെങ്കിലും ബേസിക് ആയിട്ടുള്ള കുറച്ചൊരു പ്ലംബിങ്ങിൻ്റെ ഒരു നോളജും പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസെക്കുറിച്ചൊരു ധാരണയുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. സോളാറിൻ്റെ ഒരു വീഡിയോയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഈ പ്രാവശ്യത്തെ കറണ്ട് ബില്ല് വന്നിരുന്നു, വളരെ വലിയ വ്യത്യാസം അതിനകത്തുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ആ വീഡിയോയ്ക്കകത്ത് പറയാം. എന്താണെങ്കിലും നമുക്ക് ഈ വാട്ടർ ഫിൽറ്റർ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഇതിന് മേടിച്ചിരിക്കുന്ന വെസൽ എത്രയാണ്, അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിറയ്ക്കേണ്ടത്, എത്രയാണ് അതിനാകെ വന്നിരിക്കുന്ന ചിലവ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ വളരെ വിശദമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ വെസൽ ഫിൽറ്റർ, അതിൻ്റെ വെസൽ മേടിച്ചിരിക്കുന്ന ടാറ്റ സ്റ്റീലിൻ്റെ വെസലാണ്. 1054 എന്നുള്ള സൈസാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു 1000 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയിലൊക്കെ ഈ 1054 ധാരാളം മതിയാകും. അതല്ല നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. തീരെ അംഗങ്ങൾ കുറവാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് 1-2 സൈസ് താഴെയും പോകും. ഇതിൽ ഈ 10 എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയമീറ്ററും 10 ഇഞ്ച് അതിൻ്റെ ഡയമീറ്ററും 54 ഇഞ്ച് ഇതിൻ്റെ പൊക്കവും ഇതാണ്. ഇതിലാണ് നമ്മളുടെ ഫിൽറ്ററിങ് മെറ്റീരിയൽസ് ലോഡ് ചെയ്യുന്നത്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഇതിന് പറയുന്നത് മൾട്ടിപോർട്ട് വാൽവ് എന്നാണ്. ഈ മൾട്ടിപോർട്ട് വാൽവ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഫിൽട്ടർ ചെയ്തിരിക്കുന്ന ആ ഒരു മീഡിയ പിന്നീട് വാഷ് ചെയ്യുന്നത്, റിൻസ് ചെയ്യുന്നത് ഒക്കെ. ഇതിൽ 3 ഓപ്ഷൻസ് ആണുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിലൊന്ന് ഫിൽട്ടർ, പിന്നെ ഒന്ന് റിൻസ്, പിന്നെ ബാക്ക് വാഷ്. ഇതിൽ ബാക്ക് വാഷിലിട്ടിട്ടാണ് നമ്മളുടെ മീഡിയ ഒരു ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഒന്ന് കഴുകിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വെസലിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു വാൽവ് സംവിധാനമാണ് ഈ പറയുന്ന മൾട്ടിപോർട്ട് വാൽവ് എന്നുള്ളത്. ഇതിനൊരു ഇൻപുട്ട്, ഒരു ഔട്ട്പുട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഡ്രെയിൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട്പുട്ട്, ഇങ്ങനെയാണ് അതിനുള്ളത്. ഇതിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ സ്ട്രെയിനർ. ഈ സ്ട്രെയിനർ മോൾ ഭാഗത്തും ഒരു സ്ട്രെയിനർ ഉണ്ടാവും, താഴ്ഭാഗത്തും ഒരു സ്ട്രെയിനർ ഉണ്ടാവും. ഇത് നമ്മളൊരു PVC പൈപ്പിൽ കണക്ട് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഈ PVC പൈപ്പിൻ്റെ ചോട് ഭാഗത്തായി, ഇപ്പോൾ ഇത് നമ്മൾ മേടിച്ചിരിക്കുന്ന 1054 ആയതുകൊണ്ട് ഇതിനകത്ത് 1 ഇഞ്ച് സൈസിലുള്ള PVC പൈപ്പിൽ ഫിറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ബോട്ടം സ്ട്രെയിനറും അതുപോലെ തന്നെ ടോപ്പ് സ്ട്രെയിനറുമാണ് ഉള്ളത്. അപ്പോൾ ഈ സ്ട്രെയിനർ ഇതുപോലെയുള്ള ചെറിയ റിങ്സ് ആണ് അതിനകത്ത് വരുന്നത്. ഇതുവഴിയാണ് ഇത് സ്ട്രെയിൻ ചെയ്ത് പുറത്തേക്ക് പോകുന്നത്. അപ്പം ആദ്യം നമുക്ക് സ്ട്രെയിനർ കിട്ടുന്ന സമയത്ത് വളരെ തിങ്ങി അതൊന്ന് നമുക്ക് കൈകൊണ്ട് കറക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല അത് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 റിങ്സ് നമ്മൾ എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് സ്വതന്ത്രമായിട്ട് ഫ്രീ ആയിട്ട് തിരിയും. അപ്പോൾ അങ്ങനെ തിരിയുന്ന ഒരവസ്ഥയിൽ മാത്രമേ നമ്മളിത് സെറ്റ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമുക്കിത് ക്ലോഗ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് ബോട്ടം സ്ട്രെയിനറിൻ്റെയും നമ്മൾ ഈ 2 റിങ്സ് എടുത്ത് കളയുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് സ്ട്രെയിനറിൻ്റെയും 2 റിങ്സ് എടുത്ത് കളഞ്ഞിട്ട് അത് വെറുതെ നമ്മുടെ മൾട്ടിപോർട്ട് വാൽവിൻ്റെ ചുവട്ടിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് ടേപ്പ് ഒന്നും ചുറ്റാതെ തന്നെ നമുക്ക് അത് ഉറപ്പിച്ച് വയ്ക്കാവുന്നതാണ്. എവിടെയാണോ നമ്മൾ
നമ്മുടെ ഫിൽറ്റർ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ടാങ്കിൻ്റെ ഔട്ട്പുട്ടിനടുത്തായിരിക്കും അത് ഏറ്റവും അനുയോജ്യം. അപ്പം ഞാൻ വയ്ക്കുന്നത് നേരെ ടാങ്ക് ഈ ടെറസിന് മുകളിലാണ്. അതിന് നേരെ താഴെയായിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് മണ്ണൊന്ന് മാറ്റിയിട്ട് അതൊന്ന് ഉറച്ചിരിക്കാനുള്ള തരത്തിൽ അവിടെ ഒരു തറയാണ്, അവിടേക്കാണ് ഞാനിത് വയ്ക്കുന്നത്. നമുക്കൊരു ചെറിയ രീതിയിലുള്ള പ്ലംബിങ് ഇതിന് ശേഷം ആവശ്യം വരും അവിടെ വെച്ചതിന് ശേഷം. കാരണം ഈ 3 കണക്ഷൻസ് നമ്മൾ ഇതിലേക്ക് കൊടുക്കാനുണ്ട്. ഒരു ഇൻപുട്ട്, അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ട്, അതുപോലെ തന്നെ ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ്. ഇത്രയും കാര്യങ്ങളാണ്. ഞാനിവിടെ ഓൾറെഡി നമുക്ക് ഉണ്ടായിരുന്ന ഔട്ട്പുട്ടിൽ ഒരു 3 വാൽവാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്ന് നമുക്ക് ബൈപ്പാസ് ചെയ്ത് നിലവിലുള്ള അതേ ലൈനിൽ ബൈപ്പാസ് ചെയ്ത് ഈ ഫിൽട്ടർ ബൈപ്പാസ് ചെയ്ത് താഴേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു വാൽവ്. അതുകൂടാതെ അതിൻ്റെ മോൾ ഭാഗത്തായിട്ട് നമുക്ക് ഇൻപുട്ടിലേക്ക്, അതായത് ഈ അരിക്കാനുള്ള വെള്ളം കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ടിലേക്കുള്ള ഒരു വാൽവ്. അതുകൂടാതെ അരിച്ചതിന് ശേഷം ഇത് പുറത്തേക്ക് നമ്മുടെ ലൈനിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു വാൽവ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് ഈ ഫിൽട്ടർ വേണ്ട, അല്ലെങ്കിൽ ഫിൽട്ടർ നമുക്ക് എന്തെങ്കിലും റിപ്പയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വെള്ളം മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത് നടുക്കൊരു വാൽവും കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ സംവിധാനം കണ്ടു കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ആ സംവിധാനം. അതായത് മുകളിൽ നിന്ന് വരുന്ന നമ്മളുടെ, അതായത് ടാങ്കിൻ്റെ ഔട്ട്പുട്ടാണിത്. ഔട്ട്പുട്ട് നമ്മളിവിടെ വന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു ടീ ഇട്ടിട്ട് നമ്മൾ അതിനൊരു വാൽവ് കൊടുത്തു. ആ വാൽവ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെള്ളം അതുവഴി പുറത്തേക്ക് വരും. അത് നമ്മുടെ വെസലിൻ്റെ ഇൻപുട്ടിലേക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വെസലിനകത്ത് അത് ഫിൽട്ടറിങ് നടന്നതിന് ശേഷം അത് ഈ പറയുന്ന വാൽവിൽ കൂടി നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് വരും. അതിന് നടുക്ക് കാണുന്ന ആ ഒരു വാൽവ് സത്യത്തിൽ നമുക്ക് ബൈപ്പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണത്. ഇനി നമുക്ക് നമ്മുടെ വെസലിലേക്ക് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടത്, അതെങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഓർഡർ എന്ന് നോക്കാം. ഈ ഫോട്ടോയിൽ നോക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാകും. ഏറ്റവും താഴ്ഭാഗത്തായിട്ട് നമ്മൾ 1/2 ഇഞ്ചിൻ്റെ പെബിളാണ് ഇടുന്നത്. 10 കിലോയാണ് നമുക്ക് വേണ്ടത്. അതിന് തൊട്ട് മുകളിലായിട്ട് അടുത്ത അടുക്കായിട്ട് 4 ഇഞ്ചിൻ്റെ പെബിൾസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതും 10 കിലോ നമുക്ക് ആവശ്യമുണ്ട്. ഇതിന് ശേഷം അതിന് മുകളിലേക്ക് 3 മുതൽ 5 കിലോ വരെ ആക്ടിവേറ്റഡ് കാർബൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആക്ടിവേറ്റഡ് കാർബൺ 4 ഇഞ്ച് പെബിളിൻ്റെ മുകളിലേക്കാണ് വരേണ്ടത്. അതിനുശേഷം മീഡിയം സാൻഡ്, അതായത് തീരെ പൊടിയല്ല, മീഡിയം കുറച്ച് ചെറിയ തരിയൊക്കെയുള്ള സാൻഡാണ്. അതൊരു 15 കിലോ നമുക്ക് ആവശ്യമുണ്ട്. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട കാറ്റലോഗ്സ്. ജർമ്മൻ ടെക്നോളജിയിൽ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഫിൽറ്ററിങ് മെറ്റീരിയലാണിത്, കാറ്റലോഗ്സ്. ഇത് നമുക്കൊരു 5 കിലോ വേണം. ഈ കാറ്റലോഗ്സ് ആണ് നമ്മളുടെ ഇരുമ്പ്, തുരുമ്പ്, കറകൾ, അതുപോലെ തന്നെ ഹാർഡ് മെറ്റൽസിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒക്കെ പരിഹരിക്കുന്നത്. അടുത്തതായിട്ട് ഒരു 25 കിലോ ഫൈൻ സാൻഡ്. ഇതാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. ഇത്രയേ ഉള്ളൂ മെറ്റീരിയൽസ്. അപ്പോൾ ഈ മെറ്റീരിയൽസും ഈ വെസലും അതുപോലെ തന്നെ മൾട്ടിപോർട്ട് വാൽവും എല്ലാം കൂടെ ചേർത്ത് എനിക്ക് വന്നിരിക്കുന്നത് 11,500 രൂപ ചിലവാണ്. അത് കൂടാതെ എനിക്ക് എക്സ്ട്രാ എക്സ്പെൻസ് വന്നിരിക്കുന്നത് നമുക്ക് 1 ഇഞ്ചിൻ്റെ ഒരു
4 മീറ്ററോളം പൈപ്പ് ഞാൻ മേടിച്ചിരുന്നു. അത് ഈ പറയുന്ന നമ്മുടെ ബാക്കിയുള്ള പ്ലംബിങ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റ് ഈ സ്ട്രെയിനർ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുമായിരുന്നു. അപ്പോൾ ഈ സ്ട്രെയിനർ ഉറപ്പിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ട്രെയിനർ ഉറപ്പിച്ച ആ ഒരു പൈപ്പ്, ആ 1 ഇഞ്ച് പൈപ്പ് നമ്മളുടെ വെസലിൽ നിന്നും എത്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ എത്ര മില്ലിമീറ്റർ പൊങ്ങി നിൽക്കണമെന്ന് നമ്മളുടെ മൾട്ടിപോർട്ട് വാൽവിൻ്റെ പുറകിൽ അവർ എഴുതിയിട്ടുണ്ടാവും. എനിക്ക് ഇതിവിടെ 26 mm ആണ്, അല്ലെങ്കിൽ 2.6 സെൻറ്റിമീറ്ററാണ് എനിക്ക് മുകളിലേക്ക് ഉയർന്നു നിൽക്കണം എന്ന് അവർ എഴുതിയിരിക്കുന്നത്. ആ അളവ് കൃത്യം എടുത്തിട്ട് ഞാൻ അത് മുറിച്ച് പൈപ്പിൻ്റെ ഒരു ടോപ്പ് നല്ല ക്ലീനാക്കി അതിൻ്റെ വേസ്റ്റ് ഒന്നും അതിനകത്ത് ഇല്ലാതെ നമ്മൾ അതിനകത്തേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ഈ ഉയരത്തിലല്ല നമ്മൾ മുറിക്കുന്നതെങ്കിൽ, കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ നമ്മുടെ മൾട്ടിപോർട്ട് വാൽവ് അതിനകത്ത് കറക്റ്റായിട്ട് ഫിക്സ് ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ഈ ടോപ്പിലേക്ക് എത്ര പൊങ്ങി നിൽക്കണം എന്നുള്ളത് മൾട്ടിപോർട്ട് വാൽവിൻ്റെ പിന്നിലുള്ള എഴുത്ത് നോക്കിയതിന് ശേഷം നമ്മൾ ആ അളവിന് വേണം മുറിക്കാൻ. അതുപോലെ നമ്മൾ മെറ്റീരിയൽസ് നിറയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് ഈ നമ്മുടെ പൈപ്പിനുള്ളിലേക്ക് മെറ്റീരിയൽസ് പോകാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ പ്ലാസ്റ്റിക് വെച്ച് അതിനൊരു കവർ ഇട്ടിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ആദ്യത്തെ കുറച്ച് വലിയ മെറ്റീരിയൽസൊക്കെ നിറയ്ക്കുക കുറച്ച് ടീഡിയസ് ഒരു പ്രോസസ്സാണ്. കാരണം നമുക്ക് ആ ചെറിയ ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിറച്ചത് അറേഞ്ച് പെബിൾസാണ്. അത് ഒരു കുപ്പിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇറക്കാൻ ശ്രമിച്ചു. കുറച്ച് നേരത്തെ പരിശ്രമം കൊണ്ട് നടക്കും എന്താണേലും. ഇതിന് ശേഷം നമ്മൾ 4 ഇഞ്ച് പെബിൾസ് നമ്മൾ ഞാനൊരു റെഡ്യൂസറൊക്കെ വെച്ച് നോക്കിയായിരുന്നു, പക്ഷേ അതും അങ്ങ് സക്സസ് ആയില്ല. അതിൽ നല്ലത് കുപ്പി തന്നെയാണ്. ഇത് കുറച്ചുകൂടി ഫൈൻ സാൻഡൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് വളരെ എളുപ്പമായിരുന്നു. ഇപ്പോൾ നിറയ്ക്കുന്നത് 4 ഇഞ്ച് പെബിൾസാണ്. അതിനുശേഷം ആക്ടിവേറ്റഡ് കാർബൺ. മീഡിയം സാൻഡിന് ശേഷമാണ് നമ്മളുടെ കാറ്റലോഗ്സ് നമ്മൾ നിറയ്ക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കാറ്റലോഗ്സ് ആണ് നമ്മളുടെ ഈ ഹാർഡ് മെറ്റൽസിനെയൊക്കെ നമുക്ക് ഈ ഫിൽട്ടർ ചെയ്തിട്ട് നമ്മുടെ വെള്ളത്തെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുക. അപ്പോൾ അതിൽ തുരുമ്പ് കറ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നത് ഈ കാറ്റലോഗ്സ് ആണ്. നേരത്തെ MnO2 പോലെയുള്ള മാംഗനീസ് ഓക്സൈഡ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതിലും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് സത്യത്തിൽ ഈ കാറ്റലോഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റലോഗ്സ് നിറച്ചതിന് ശേഷം കാറ്റലോഗ്സ് കൂടെ നിറച്ചോടുകൂടി ഏതാണ്ട് ഒരു അവസാന ഭാഗത്തേക്ക് എത്തി. ഇനി ഒരു 25 കിലോ നമ്മുടെ ഫൈൻ സാൻഡാണ് നിറയ്ക്കാനുള്ളത്. അത് പെട്ടെന്ന് നിറച്ച് തീരും. ഇപ്പം ഫൈൻ ആയതുകൊണ്ട് തന്നെ നമുക്കത് അതിലേക്ക് നിറയ്ക്കാൻ എളുപ്പമുണ്ട്. ഇത്രയും നിറച്ച് സെറ്റ് ആയതിനു ശേഷം നമ്മൾ മൾട്ടിപോർട്ട് വാൽവ് എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ തന്നെ അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യുക. അപ്പം മാക്സിമം അത് ഫിറ്റ് മുറുകി കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ വെസൽ തിരിച്ച് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ആവശ്യത്തിലുള്ള രീതിയിലേക്ക് അത് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. കാരണം ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി. അതല്ലാതെ നമ്മളിത് ആദ്യം തന്നെ വെസൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മളിത് വെക്കാൻ ശ്രമിക്കരുത്. അപ്പം ഞാനിവിടെ വെസൽ ഓൾറെഡി നിറച്ചെടുത്ത് നിന്നും നമ്മൾ വെസലും മൾട്ടിപോർട്ട് വാൽവും ഉൾപ്പെടെ തിരിച്ചിട്ടാണ് ഇങ്ങനെ എത്തിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ പ്ലംബിംഗ് ആണ് ബാക്കിയുള്ളത്. പ്ലംബിങ്ങിൽ തന്നെ നിലവിലുള്ള ലൈൻ കട്ട് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് മുകളിലൊരു വാൽവ് ഉണ്ട് എങ്കിൽ ചെയ്യാൻ എളുപ്പമുണ്ടാവും. അത് നിങ്ങൾക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്നുള്ളൂ. ഇനി ഇത് നിങ്ങൾക്ക് പ്ലംബിങ്ങിൽ അത്ര ഒരു പ്രാവീണ്യമില്ല എങ്കിൽ ഇതൊരാളെ വിളിച്ച് ചെയ്യിപ്പിച്ചാൽ പോലും നമുക്ക് എക്സ്പെൻസ് അധികം വരില്ല. ആ 3 വാൽവിനും കൂടെ മാക്സിമം ഒരു 350 രൂപ അല്ലെങ്കിൽ ഒരു 400 രൂപയായിരിക്കും ചിലവ് വരുന്നത്. ഒരാളെ വിളിച്ച് നമുക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ 1000 രൂപ. അപ്പം അത്രേ അതിന് എക്സ്പെൻസ് വരുള്ളൂ. സോ ഞാൻ പറയുന്നത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചെയ്ത് വേറൊരാളുടെ സഹായത്തോടു കൂടി വേണമെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും.
ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം നമ്മൾ ഇത് ഒന്ന് ബാക്ക് വാഷ് ചെയ്ത് കളയേണ്ടതുണ്ട്. അപ്പോൾ ബാക്ക് വാഷിലേക്ക് എന്ത് ചെയ്യുന്നതിനും ഇതിനകത്തുനിന്ന് നമ്മൾ ഈ മൾട്ടിപോർട്ട് വാൽവിൻ്റെ ടോപ്പ്, അതായത് ആ വാൽവ് തിരിക്കുന്ന സമയത്ത് നമുക്കിതിനകത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിൽ ഇൻപുട്ട് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മൾട്ടിപോർട്ട് വാൽവിൻ്റെ വാൽവ് മുകളിൽ നിന്ന് തിരിച്ച് നേരെ താഴെ, അതായത് താഴ്ഭാഗത്തായിട്ട് എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കിയാൽ കാണാം അവിടെ ബാക്ക് വാഷ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ഇട്ടതിന് ശേഷം അതിനുശേഷം മാത്രം നമ്മൾ ഔട്ട്പുട്ട് എപ്പോഴും അടച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഇൻപുട്ട് തുറന്നു കഴിയുമ്പോഴത്തേനും ഈ വെസലിലേക്ക് ആദ്യമായിട്ട് വെള്ളം നിറയുകയും അതിനുശേഷം അത് നമ്മൾ ഡ്രെയിൻ ഇട്ടിരിക്കുന്ന നമ്മുടെ ആ പൈപ്പിൽ കൂടി പുറത്തേക്ക് പോവുകയും ചെയ്യും. ആദ്യം പുറത്തേക്ക് പോകുന്ന വെള്ളം നല്ല കറുപ്പ് കളറായിരിക്കും. ഈ കരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, പൊടികൾ ഒക്കെ അതിനകത്തൂടെ കഴുകി പോകും. അത് തെളിഞ്ഞതിന് ശേഷം നമ്മളത് റിൻസിലേക്ക് മാറ്റിയിടുക. റിൻസിലേക്ക് ഇട്ടതിന് ശേഷം ആദ്യം വെള്ളം കുറച്ച് പതുക്കെ വന്ന് നല്ല പവറിലേക്ക് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അത് ഫിൽറ്ററിലേക്ക് മാറ്റാം. അപ്പം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നമ്മുടെ ബാക്ക് വാഷിലിട്ടു തിരിച്ച് നമ്മൾ റിൻസിലേക്ക് മാറ്റുന്നതിന് മുമ്പ് നമ്മൾ ഈ ഇൻപുട്ടൊന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ തിരിച്ച് റിൻസിലേക്ക് ഇടുക. റിൻസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇൻപുട്ട് ഓഫ് ചെയ്യുക. നമ്മൾ ഫിൽറ്ററിലേക്ക് ഇടുന്നു. ഫിൽറ്ററിലേക്ക് ഇടുന്നതിന് ശേഷം നമ്മൾ ഇൻപുട്ട് ഓണാക്കുന്നു. അതിനുശേഷം ഔട്ട്പുട്ടും കൂടെ ഓണാക്കിയാൽ നമ്മുടെ പൈപ്പിൽ നമുക്ക് തെളിഞ്ഞ വെള്ളം ലഭിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഫിൽറ്ററിൻ്റെ ഒരു സംവിധാനം. ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും സംശയങ്ങളോ ഇത് എവിടെ നിന്നാണ് മേടിച്ചതെന്ന് അറിയണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ധൈര്യമായിട്ട് ബന്ധപ്പെടാം. നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ചതിന് ശേഷം TDS വാല്യൂ ഒക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഏതെങ്കിലും അഡീഷണൽ മെറ്റീരിയൽസ് ഇതിനകത്ത് വേണോ എന്ന കാര്യങ്ങളും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. വലിയ എക്സ്പെൻസ് ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആകെ എല്ലാം കൂടെ ഒരു എക്സ്പെൻസ് ഒരു 12,000 രൂപയാണ് എനിക്ക് 1054 ഒരു വെസൽ എൻ്റെ വീട്ടിലേക്ക് മൊത്തം വയ്ക്കാൻ വേണ്ടി ചിലവായിരിക്കുന്നത്. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. പുതിയൊരു സബ്ജക്റ്റുമായി വീണ്ടും നമുക്ക് കാണാം. ബൈ.